പ്രചരണം പൊടിപൊടിക്കുകയാണ്. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും എത്തുന്നു. നിതിൻ നബീൻ എത്തുന്നു. BJP അധ്യക്ഷൻ സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, വെരി ഗുഡ് മോർണിംഗ് സിനോജ്. ഇപ്പോൾ രാഹുൽ ഇന്നലെ അടൂര്, പത്തനംതിട്ട, മധ്യ തിരുവിതാംകൂറൊക്കെ കഴിഞ്ഞ് നേരെ വടക്കോട്ട് പിടിക്കുകയാണ്. രാഹുൽ എത്തുന്നതോടുകൂടി രണ്ടാമത് എത്തുകയാണ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് ആവേശം അതിന്റെ കൊടുമുടിയിലേക്ക് എത്തുന്നു. മോദി പോയതിന് തൊട്ടു പിന്നാലെ BJP ദേശീയ അധ്യക്ഷൻ എത്തുന്നു. പ്രചരണം അതിന്റെ കൊടുമുടിയിലേക്ക് കയറുകയാണോ സിനോജ്? തീർച്ചയായിട്ടും അനുകുമാർ, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെ പരസ്യ പ്രചാരണത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികളുടെയും ദേശീയ നേതാക്കൾ തന്നെ കേരളത്തിലേക്ക് എത്തുന്നു. BJP ദേശീയ അധ്യക്ഷൻ വരുന്നു. ഒപ്പം തന്നെ RJD-യുടെ നേതാവായ തേജസ്വി യാദവ് ഇന്ന് കേരളത്തിലേക്ക് എത്തുന്നു. രാഹുൽ ഗാന്ധി മലബാർ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തുന്നു. BJP-യുടെ ദേശീയ അധ്യക്ഷൻ ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് NDA-യുടെ വികസിത കേരളം എന്ന മാർഗരേഖ, അവരുടെ വികസന കാഴ്ചപ്പാടടങ്ങിയ മാർഗരേഖ പുറത്തിറക്കുന്നു. ആറ്റിങ്ങൽ മണ്ഡലത്തിലും മലപ്പുറത്തെ താനൂർ മണ്ഡലത്തിലും അദ്ദേഹം പ്രചാരണത്തിലെത്തുന്നു. നാളെ കൂത്തുപറമ്പിലും മട്ടന്നൂരിലും അദ്ദേഹം നേരിട്ടെത്തിയാണ് BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി, NDA സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങുന്നത്. രാഹുൽ ഗാന്ധി ഇന്ന് കണ്ണൂരിൽ രാവിലെ 10:30 പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം കോഴിക്കോട് ജില്ലയിൽ 5 പരിപാടികളിലാണ് ഇന്ന് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് നടന്ന UDF-ന്റെ മഹാറാലിയിൽ അദ്ദേഹത്തിന് നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നു. ആദ്യം നാദാപുരത്ത് വരുന്നു, പിന്നീട് പേരാമ്പ്രയിൽ ഫാത്തിമ ദഹ്ലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു, ബാലുശ്ശേരിയിലെത്തുന്നു. അവിടെ നിന്ന് ഇന്ദിരാ ഗ്യാരണ്ടി ബസ്സിൽ അദ്ദേഹം ഒരു 3.5 കിലോമീറ്റർ യാത്ര നടത്തി എലത്തൂർ മണ്ഡലത്തിലെത്തുന്നു. വൈകിട്ട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മത്സരിക്കുന്ന കൊയിലാണ്ടി മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തിയാണ് അദ്ദേഹം ഡൽഹിക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ RJD-യുടെ നേതാവും ഒപ്പം തന്നെ ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് കൂടിയ തേജസ്വി യാദവ് ഇന്ന് മലപ്പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം പൊന്നാനിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. നാളെ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ പരിപാടികളിലും നാളെ മറ്റന്നാളും പങ്കെടുക്കുന്നു. മറ്റന്നാൾ കൽപ്പറ്റയിലും അദ്ദേഹം പ്രചാരണത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ മൂന്ന് മുന്നണികളുടെയും ദേശീയ നേതാക്കൾ കേരളം കേന്ദ്രീകരിച്ച് പ്രചാരണത്തിലേക്ക് പോവുകയാണ്. അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവരുടെ ഒപ്പം തന്നെ പ്രകടന പത്രിക, അടുത്ത ദിവസം LDF-ന് പ്രകടന പത്രിക വരാൻ വേണ്ടി പോകുന്നു. അതിന് ഒരുക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ അവർ ഇനി 5 വർഷം എന്താണ് ഓരോ മുന്നണികളും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ജനങ്ങളിലേക്ക് പരമാവധി എത്തിച്ചുകൊണ്ട് പ്രചാരണം അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നീങ്ങുകയാണ്. അതിന്റെ ഒരു ആവേശത്തിലാണ് മൂന്ന് മുന്നണികളുടെയും അണിയറ പ്രവർത്തകരൊപ്പം തന്നെ സ്ഥാനാർത്ഥികളും ഉള്ളത്. അരുകുമാർ.